ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. ശുചിമുറി മാലിന്യമടക്കമുള്ളവ ഒഴുകിയെത്തിയതായി നാട്ടുകാർ. അതിരപ്പള്ളിയിൽ കിണറ്റിൽ വീണ പുലിയെ വനപാലകർ രക്ഷപ്പെടുത്തി. ഏണി വഴിയാണ് പുലി കരയ്ക്ക് കയറിയത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPI പ്രതിനിധി രേഖ ഷാൻഡിയെ തെരഞ്ഞെടുത്തു. രേഖ വിജയിച്ചത് 3-നെതിരെ 8 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര മണലി മടവാക്കര റോഡിലെ കാച്ചക്കടവിലാണ് മലിനജലം എത്തുന്നത്. ശുചിമുറി മാലിന്യമടക്കമുള്ള മാലിന്യം ഒഴുകിയെത്തിയതായി നാട്ടുകാർ പറയുന്നു. മണലിപ്പുഴയിൽ കറുത്ത വെള്ളം വലിയ തോതിൽ ഒഴുകുന്നതോടെ പ്രദേശത്തെ കിണറുകളിലെ ജലവും നാശോന്മുഖമായി. തലോർ കായൽ പരിസരത്തു നിന്നും എത്തുന്ന മാലിന്യമാണ് മണലിപ്പുഴയെ കൊല്ലുന്നത്. അസഹനീയമായ ഗന്ധം നാട്ടുകാരെ വലയ്ക്കുകയാണ്. ജൈവവും അജൈവവുമായ മാലിന്യം തള്ളിയതോടെ മണലിപ്പുഴ ഒരു കുപ്പത്തൊട്ടിയായി മാറിയിരിക്കുകയാണ്. തരിശിട്ട പാടങ്ങളിൽ തള്ളുന്ന ശുചിമുറി മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളുമാണ് മണലിപ്പുഴയെ മലിനീകരിക്കുന്നത്. നിരവധി ചരക്ക് വാഹനങ്ങളും മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നുള്ള മാലിന്യങ്ങളും പ്രദേശത്ത് മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പുകളും ഹോട്ടലുകളും പുറന്തള്ളുന്ന മാലിന്യങ്ങളും അലക്ഷ്യമായി റോഡിന് ഇരുവശവും തള്ളുന്നത് പതിവാണ്. എല്ലാ മാലിന്യങ്ങളും അറക്കപ്പാടം വഴി മണലിപ്പുഴയിൽ എത്തുമ്പോഴാണ് പുഴ മലിനമാകുന്നത്. ഒരു നാടിൻ്റെ കുടിനീരും ആരോഗ്യ പരിരക്ഷയുമാണ് ഇതുവഴി അപകടത്തിലാകുന്നത്. അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നത് മൂലം വീടുകളിൽ പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുഴയിലെ വെള്ളത്തിന്റെ ലവണാംശം കൂടി കുളവാഴ, ചണ്ടി എന്നിങ്ങനെ അനിയന്ത്രിതമായ വളർച്ച ഉണ്ടാകുന്നു. പുഴയിൽ കാച്ചക്കടവിന് 500 മീറ്റർ താഴെ പുഴയിലുള്ള എറവക്കാട് കുടിവെള്ള പദ്ധതിയിലെ പമ്പിംഗ് കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും അവതാളത്തിലായിരുന്നുവെന്നും പുഴയുടെ ഓരത്തുള്ള കിണറുകളെക്കുറിച്ചുള്ള പരിഷത്ത് പഠനത്തിൽ കിണറുകളിലെ വെള്ളത്തിന്റെ നിറം, മണം, കട്ടി എന്നിങ്ങനെ ഗുരുതരമായി ബാധിച്ചിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. മണലിപ്പുഴയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, പുതുക്കാട്. അതിരപ്പള്ളിയിൽ കിണറ്റിൽ വീണ പുലിയെ വനപാലകർ രക്ഷപ്പെടുത്തി. കണ്ണൻകുഴി പിടക്കരി വീട്ടിൽ ഷിബുവിന്റെ കിണറ്റിൽ വീണ പുലിയെയാണ് വനവകുപ്പിന്റെ ചാലക്കുടി റാപ്പിഡ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തിയത്. ഏണി വഴിയാണ് പുലി കരയ്ക്ക് കയറിയത്. പുലർച്ചെ 3 മണിയോടെ കിണറ്റിൽ ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് പുലി കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ടത്. ഉടനെ വനപാലകരെ വിവരം അറിയിച്ചു. കിണറ്റിലേക്ക് ഏണി ഇറക്കി കൊടുത്തപ്പോൾ പുലി ഏണിയിൽ കയറി കരയ്ക്ക് കയറുകയായിരുന്നു. കണ്ണൻകുഴി സ്റ്റേഷനിൽ നിന്നും ചാലക്കുടി റാപ്പിഡ് റെസ്ക്യൂ ടീമിനെ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് റാപ്പിഡ് റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി പുലിയെ രക്ഷപ്പെടുത്തി. രക്ഷാദൗത്യത്തിൽ PFKO പ്രദീപ് കുമാർ, റെസ്ക്യൂ വാച്ചർ ഡിജിത്ത് ദിവാകർ, കണ്ണൻകുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PT രാജൻ, BFOമാരായ J ടിനോ, സുനിൽ കുമാർ, ബിജേഷ്, ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPI പ്രതിനിധി രേഖ ഷാൻഡി തിരഞ്ഞെടുക്കപ്പെട്ടു. എതിർ സ്ഥാനാർത്ഥി സിൽവി സേവ്യറിനെ 3-നെതിരെ 8 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രേഖ വിജയിച്ചത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി രേഖ ഷാൻഡി ചുമതലയേറ്റു. LDFിലെ ധാരണപ്രകാരം CPM അംഗമായ സന്ധ്യ നേസൻ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ധാരണപ്രകാരം അടുത്ത 20 മാസം CPIക്കാണ് പ്രസിഡന്റ് സ്ഥാനം. പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമായതിനാലാണ് പൂപ്പത്തി ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന രേഖ ഷാൻഡിയെ തെരഞ്ഞെടുത്തത്. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ AK അജിത കുമാരിയായിരുന്നു വരണാധികാരി. ആകെയുള്ള 13 ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളിൽ 11 പേരാണ് ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. രേഖ ഷാൻഡിക്ക് 8 വോട്ടും 3 വോട്ട് കോൺഗ്രസ് പ്രതിനിധിയായി മത്സരിച്ച സിൽവി സേവ്യറിന് ലഭിച്ചു. CPIയിലെ ബിന്ദു ഷാജു, കോൺഗ്രസിലെ വിൻസി ജോഷി എന്നിവർ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രേഖ ഷാൻഡി ജോസഫ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു.
മീഡിയ ടൈം മാള. ചാലക്കുടി മേട്ടിപ്പാടത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. വെള്ളിക്കുളങ്ങര സ്വദേശി ആരംപറമ്പിൽ രാജുവിന്റെ മകൻ രഞ്ജിത്താണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. രഞ്ജിത്ത് വെള്ളിക്കുളങ്ങരയിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ രഞ്ജിത്ത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. മുന്നിൽ പോവുകയായിരുന്ന പിക്കപ്പ് വാൻ പെട്ടെന്ന് തിരിക്കാൻ ശ്രമിച്ചതാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മരണപ്പെട്ട രഞ്ജിത്ത് വെൽഡിംഗ് തൊഴിലാളിയാണ്. ചാലക്കുടി പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം ചാലക്കുടി. മുരിങ്ങൂർ ഡിവൈൻ നഗറിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുവാൻ കുഴിച്ച വലിയ കുഴി ദുരിതമാവുന്നു. നിരവധി സ്കൂൾ ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ, മറ്റു വലിയ വാഹനങ്ങൾക്കും തിരിഞ്ഞു പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഡിവൈൻ നഗറിൽ കാടുകുറ്റി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തായി വാഹനങ്ങൾക്ക് തിരിയുവാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വലിയ കുഴിയെടുത്തിട്ട് ഒരാഴ്ചയായെങ്കിലും നിർമ്മാണ ജോലികൾ നടത്തുവാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാവുന്നില്ലെന്ന് പറയപ്പെടുന്നു. റോഡ് തകർന്ന് കുഴിയായി കിടക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിരുന്നു. ഡിവൈൻ നഗർ അടിപ്പാതയിലും സർവീസ് റോഡിലും മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ടായിരുന്നു. ഇതിന് പരിഹാരം കാണുവാനായി ദേശീയപാത അധികൃതർ തകർന്നു കിടന്ന റോഡിലെ കുഴി JCB ഉപയോഗിച്ച് വലിയ കുഴിയെടുത്ത് തടസ്സമായി നിന്നിരുന്ന കല്ലുകളും മറ്റും നീക്കം ചെയ്തെങ്കിലും കുഴി മൂടുവാൻ കൊണ്ടുവന്ന കോൺക്രീറ്റ് സ്ലാബ് ഉയരം കൂടിയതോടെ കുഴി അടയ്ക്കുവാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. ഒരാഴ്ച മുൻപ് കുഴിയെടുത്ത ഭാഗം സ്ലാബിട്ട് യാത്രാ സൗകര്യം ഒരുക്കാത്തത് മൂലം കാടുകുറ്റി ഭാഗത്തേക്കും മറ്റും വാഹനങ്ങൾക്ക് തിരിഞ്ഞു പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. നിരവധി സ്കൂൾ ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ, മറ്റു വലിയ വാഹനങ്ങൾക്കും തിരിഞ്ഞു പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. വലിയ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നത് ഗതാഗത കുരുക്കിനും കാരണമാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അധികൃതർ തയ്യാറാവണമെന്ന് പഞ്ചായത്ത് അംഗം റിൻസി രാജേഷ് മേനോത്ത് ആവശ്യപ്പെട്ടു. മീഡിയ ടൈം ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. പൂവത്തൂരിൽ ബൈക്ക് ബസ്സിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ തൽക്ഷണം മരിച്ചു. പൂവത്തൂർ രായമരക്കാർ വീട്ടിൽ മുഹമ്മദ് സഫറാണ് മരിച്ചത്. കേച്ചേരി മുല്ലശ്ശേരി റൂട്ടിലോടുന്ന വിഘ്നേശ്വര ബസ്സിലാണ് ബൈക്ക് ഇടിച്ചത്. +2 വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സഫർ. പീച്ചി വെറ്റിലപ്പാറയിൽ KFRA ക്വാർട്ടേഴ്സ് വളപ്പിലെ വൻമരങ്ങൾ കടപുഴകി വീണു. പുലർച്ചെയോടെയാണ് മരം കടപുഴകിയത്. റോഡിൽ മരം വീണതോടെ പീച്ചി ഡാം റൂട്ടിലോട്ടുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മാള ജീസസ് ട്രെയിനിംഗ് കോളേജ്, അഷ്ടമിച്ചിറ ലയൺസ് ക്ലബ്, അങ്കമാലി അപ്പോളോ ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫാദർ ബിനോയ് കോഴിപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചുറ്റുപാടുമുള്ള ജനത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു സേവനം ചെയ്യുക, അത് പതിവാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഐ ക്യാമ്പ് നടത്തി. ഇതിനു മുൻപുള്ള വർഷങ്ങളിൽ മെഡിക്കൽ ക്യാമ്പും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും ഒക്കെ നമ്മൾ നടത്തിയിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോഴാണ് ഈ പ്രാവശ്യം മെഡിക്കൽ ക്യാമ്പ് നടത്താം. ആ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ലയൺസ് ക്ലബുമായി ചേർന്നുകൊണ്ട് നടത്താം എന്ന് നമ്മൾ ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ബിനീഷ് ഒട്ടുവിരിച്ചും പറഞ്ഞത്, അച്ഛൻ്റെ ഇടവകയിൽ അഷ്ടമിച്ചിറ ലയൺസ് ക്ലബുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു. അത് നന്നായിരുന്നു, നമുക്ക് അവരുമായി ഒന്ന് കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ബന്ധപ്പെട്ടവര് ലയൺസ് ക്ലബുമായി ബന്ധപ്പെടുകയും ഒരു വളരെ സന്തോഷത്തോടെ നമ്മളോട് സഹകരിക്കാം എന്ന് സമ്മതിക്കുകയും നല്ല രീതിയിൽ അവരിതെല്ലാം ഒരുക്കി. പ്രത്യേകമായിട്ട് അപ്പോളോ ഹോസ്പിറ്റലും ഗുരുധർമ്മ ഹോസ്പിറ്റലുമായി ഒരു ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ള മെഡിക്കൽ മേഖലകളിലേക്കൊക്കെ വേണ്ട ഡോക്ടേഴ്സിനെ അവര് ഇന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്ന പി വാരിജൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ സാജു ആന്റണി പാത്താടൻ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് MK രവി, ഫാദർ KF ഫെബിൻ എന്നിവർ സംസാരിച്ചു. ലോകഭക്ഷ്യ സുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് പഴൂക്കര NSLP സ്കൂളിൽ പോഷണ തോട്ടത്തിന് തുടക്കം കുറിച്ചു. വനമിത്ര പുരസ്കാര ജേതാവും ഇൻസ്പയർ ഇന്ത്യ സെക്രട്ടറിയുമായ VK ശ്രീധരൻ ഫലവൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങളെക്കുറിച്ചും അതിന് പ്രതിവിധിയായി കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചും ശ്രീധരൻ ക്ലാസ് എടുത്തു. VK സുരേഷ് ബാബു, പ്രധാന അധ്യാപിക സന്ധ്യ രാമചന്ദ്രൻ, സീഡ് കോർഡിനേറ്റർ പ്രിൻസി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു.
പൊയ്യപ്പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ മിൽക്ക് ATM പ്രവർത്തനം സജ്ജമായി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. യാതൊരു ആരോപണങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാ സംഘങ്ങളും മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനകീയപരമായിട്ട് മാറുകയും അതുപോലെ തന്നെ ക്ഷീര കർഷകരെ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുന്നത് ജനകീയമായിട്ട് മാറണം. ഉദ്യോഗസ്ഥരും ജനങ്ങളും സംഘം ഭാരവാഹികളെല്ലാം തന്നെ ചെയ്യുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഗുണമേന്മയും അതോടൊപ്പം തന്നെ ക്ഷീര കർഷകർക്ക് കിട്ടേണ്ടതായിട്ടുള്ള സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നൽകുകയും യാതൊരു പട്ടിണിയും പരിഭവങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിലേക്ക് ക്ഷീര കർഷകർ മാറ്റപ്പെടണം. MLAയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും അനുവദിച്ച 2,75,648 രൂപ ഉപയോഗിച്ചാണ് മിൽക്ക് ATM വാങ്ങിയത്. ക്ഷീരസംഘം പ്രസിഡന്റ് PS രാജീവ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോനിൽ നിന്നും മുതിർന്ന കർഷക തങ്കമണിയമ്മ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. കർഷക രാജേശ്വരി, പൂപ്പത്തി ക്ഷീരസംഘം ഓണറേറിയൻ സെക്രട്ടറി TR രമ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ N വീണ, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഖ ഷാൻഡി ജോസഫ്, പൊയ്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സാബു കൈതാരൻ, വാർഡ് മെമ്പർ MB സുരേഷ്, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ജൂണി ജോസ്, റോഡ്രിക്സ്, CN സുധാർജുനൻ, VS ലക്ഷ്മണൻ, രാജേഷ് മോഹൻ എന്നിവർ സംസാരിച്ചു. BRC മാള ഓട്ടിസം സെന്റർ പ്രവേശനോത്സവം സെൻസറി റൂം ഉദ്ഘാടനവും നടന്നു. MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PV വിനോദ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബ്രിജി KB പദ്ധതി വിശദീകരണം നടത്തി. സെൻട്രൽ കേരള ICCI ഫൗണ്ടേഷൻ പ്രൊജക്ട് ലീഡ് ലിയോ രാജൻ സെൻസറി റൂം സമർപ്പണം നടത്തി സംസാരിച്ചു. മാള ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ സെബി A പെല്ലിശ്ശേരി, അന്നമനട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK ഇക്ബാൽ, വാർഡ് മെമ്പർ രവി നമ്പൂതിരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OC രവി, വാർഡ് മെമ്പർ ടെസി ടൈറ്റസ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മഞ്ജു ലക്ഷ്മി എന്നിവർ സന്നിഹിതരായിരുന്നു. നാടിന്റെ അഭിമാന താരങ്ങൾക്ക് ആദരമൊരുക്കി കൊരട്ടി പാതയം. അഖിലേന്ത്യാ നീറ്റ് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങിയ കൊരട്ടിയുടെ R ദേവദർശൻ അടക്കമുള്ളവരെ ആദരിച്ചു. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് മെഡിക്കൽ എൻട്രൻസിന്റെ നീറ്റ് പരീക്ഷയിൽ മുഴുവൻ മാർക്കുകളും വാങ്ങുന്നത്. +2 ഉയർന്ന മാർക്ക് വാങ്ങിയ സാനിയ സുന്ദർ, പാതയത്തിന് തുടക്കക്കാരിൽ ഒരാളായി സർവീസിൽ നിന്ന് വിരമിച്ച കൊരട്ടി മുൻ SI ഷാജു എടത്താടൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, കൊരട്ടി YMCAയുടെ പുതിയ ഭാരവാഹികളായ ആൻഡോ പെരേപ്പാടൻ, സൂസൻ എന്നിവർക്കാണ് ആദരമൊരുക്കിയത്. ആദരവ് സമ്മേളനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ മാടവന തൈത്ര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാചരണവും പൊങ്കാല സമർപ്പണവും നടന്നു. അഭിഷേകം, പൂജകൾ, പൊങ്കാല സമർപ്പണം, മഹാനിവേദ്യം, ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രേംദാസ്, സെക്രട്ടറി സ്വയംവരൻ, അനൂപ്, രതീഷ്, രൂപേഷ്, അജേഷ് തൈത്ര എന്നിവർ നേതൃത്വം നൽകി. 720-ൽ 672 മാർക്ക് നേടി കൊടുങ്ങല്ലൂർ മേഖലയിൽ ഒന്നാമതായിരിക്കുകയാണ് എറിയാട് കീഴ്വേലി പറമ്പിൽ നാസറിന്റെ മകൾ സഫ നാസർ. ഗൾഫിൽ ജോലി ചെയ്യുന്ന നാസറിന്റെ രണ്ടാമത്തെ മകളാണ് സഫ. മകളെ ഡോക്ടറാക്കുകയാണ് നാസറിന്റെ സ്വപ്നം. മെർക്കുറി നീറ്റ് ക്യാമ്പസിലൂടെ യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. തീരദേശത്തിന് അഭിമാനമായ സഫയെ മെർക്കുറി നീറ്റ് ക്യാമ്പസ് പ്രിൻസിപ്പൽ MR സുനിൽ ദത്തും ഡയറക്ടർ അനിൽ PR-ഉം സ്റ്റാഫുകളും വീട്ടിലെത്തി അഭിനന്ദിച്ചു. കൊരട്ടി വാരുങ്ങമുറിയിൽ കൊരട്ടി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നീതി മെഡിക്കൽ ലാബ് ആരംഭിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെ ശീതീകരിച്ച ലാബിൽ ജീവിതശൈലി രോഗങ്ങളുടെ എല്ലാവിധ പരിശോധനകൾക്കും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലാബിന്റെ ഉദ്ഘാടനം കൊരട്ടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP തോമസ് നിർവഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് MK സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, ബാങ്ക് സെക്രട്ടറി സനൽ കുമാർ, MG, അഡ്വക്കേറ്റ് KA ജോജി, MK സുരേഷ്, PA രാമകൃഷ്ണൻ, IG ഉമേഷ് കുമാർ, CR സോമശേഖരൻ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. ശുചിമുറി, മാലിന്യമടക്കമുള്ളവ ഒഴുകിയെത്തിയതായി നാട്ടുകാർ. അതിരപ്പള്ളിയിൽ കിണറ്റിൽ വീണ പുലിയെ വനപാലകർ രക്ഷപ്പെടുത്തി. ഏണി വഴിയാണ് പുലി കരയ്ക്ക് കയറിയത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPI പ്രതിനിധി രേഖ ഷാൻഡിയെ തെരഞ്ഞെടുത്തു. രേഖ വിജയിച്ചത് 3-നെതിരെ 8 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ്.
ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.